പാനൂർ പോലീസ് സ്റ്റേഷന് സമീപത്തുള്ള 4 പതിറ്റാണ്ടിലേറെ പഴക്കമുള്ള മസ്ജിദ് യാസിൻ നവീകരിച്ച് ജനുവരി 10-ന് വിശ്വാസികൾക്കായി തുറന്നു കൊടുക്കുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കാലപ്പഴക്കം കൊണ്ട് വളരെ ശോചനീയമായ ഒരു സ്ഥിതിവിശേഷത്തിലായിരുന്നു ഇതുവരെ. ആ പള്ളി പരിസരവാസികളൊക്കെ സഹായസഹകരണം കൊണ്ടും അന്തിരാകാക്ഷം കൊണ്ടൊക്കെ സഹായഹസ്തങ്ങൾ കൊണ്ടും വളരെ മനോഹരമായ രീതിയിൽ ഇന്നത്തെ കാലഘട്ടത്തിന് യോജിച്ച രീതിയിൽ അത് പുനരുദ്ധരിക്കപ്പെട്ടിരിക്കുകയാണ്. അതിൻ്റെ ഉദ്ഘാടന കർമ്മം ഈ വരുന്ന 10-ാം തീയതി വെള്ളിയാഴ്ച അസർ നമസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമയുടെ ബഹുമാന്യനായ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ഇഫ്രി മുത്തുക്കോയ തങ്ങൾ നിർവഹിക്കുകയാണ്. തദവസരത്തിൽ കാരന്തൂർ മർക്കസ് പ്രസിഡന്റ് ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാഫക്കി തങ്ങൾ, സമസ്ത ട്രഷറർ ബഹുമാനപ്പെട്ട കോയോട് ഉമർ ഉസ്താദ്, അതേപോലെ നമ്മുടെ പാനൂർ മഹല്ലിൽ ഖാദിയും സമസ്ത കേരള ജമാഅത്തുൽ ഉലമ പ്രസിഡന്റ് സയ്യിദുൽ ഉലമ സയ്യിദ് മുഹമ്മദ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ അസർ നിസ്കാരത്തിന് നേതൃത്വം നൽകിക്കൊണ്ട് ഉദ്ഘാടനം നിർവഹിക്കും. സയ്യിദ് അലി ബാക്കഫി തങ്ങൾ, കോയോട് പി ഉമ്മർ മുസ്ലിയാർ, മഹലികാലി TS ഇബ്രാഹിം കുട്ടി മുസ്ലിയാർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുക്കുമെന്നും സംഘാടകരായ അബ്ദുസലാം അൽ ഖാസിമി, TA മജീദ്, അനീഫ K, മാണിക്കോത്ത് മുനീർ, റസാഖ് പാനൂർ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ജനുവരി 10-ന് രാത്രി 7 മണി മുതൽ റഹ്മത്തുള്ള സഫാക്കി എളമരം, ജനുവരി 11-ന് അബ്ദുൽ ഗഫൂർ മുസ്ലിയാർ കീച്ചേരി, ജനുവരി 12-ന് ഹഫിൽ മസ്ഹൂദ് സഫാക്കി ഗൂഡല്ലൂർ, 13-ന് ഡോക്ടർ സലീം ഫൈസി കൊളത്തൂർ എന്നിവരുടെ പ്രഭാഷണങ്ങളും ഉണ്ടാവും. ജനുവരി 11-ന് രാവിലെ 9 മണി മുതൽ ഉച്ചക്ക് 12 വരെ സ്ത്രീകൾക്ക് പള്ളി സന്ദർശിക്കാനുള്ള സൗകര്യം ഒരുക്കിയിട്ടുണ്ട്. സമഗ്ര ന്യൂസ് പാനൂർ.